സഹോദരന്മാരെ, സഹോദരികളെ, നാം മുത്തഖീകളായി തീരുക. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ 2 ഈദുകളിൽ ഈദുൽ അദ്ഹ ദിനത്തിലാണ് നമ്മൾ ഉള്ളത്. ഈദുൽ അദ്ഹ നമുക്കറിയാം, അത് ത്യാഗത്തിന്റെ അനുസ്മരണമാണ്. നമ്മൾ സ്വയം ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണമാണ്. തദ്ഹിയത്തുൻ നഫ്സ്, ജീവിതത്തെ പടച്ച തമ്പുരാന് ബലി കൊടുക്കുന്നതാണ്. ഹജ്ജിന്റെ സമാപനമാണ്. ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും സമാധാനപരമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ പടച്ച തമ്പുരാൻ അത് അങ്ങനെ തന്നെ പൂർത്തീകരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ കൂടി പെരുന്നാളാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പരിമിതരായ ആളുകൾ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നാം ഇബ്രാഹിമുമാരായി തീരാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ മക്കളെ ഇസ്മാഈലുമാരാക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മുടെ കുടുംബത്തെ ഹാജറമാരാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈദുൽ അദ്ഹ നൽകുന്ന അതിമഹത്തായ സന്ദേശം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു അദ്ദേഹത്തോട്, ഇബ്രാഹിം, നീ സമർപ്പിതനാവുക. ഇതാ ഞാൻ എന്നെ സമ്പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നു. ഒരു വേർതിരിവുകളുമില്ലാതെ, പോക്കറ്റുകളിൽ ഒന്നും സൂക്ഷിക്കാതെ, ഒന്നും എനിക്ക് വേണ്ടി കരുതി വെക്കാതെ എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. ലോകത്തിന്റെ മുന്നിൽ അല്ലാഹു അത് ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്മാഈൽ എന്ന പ്രിയപ്പെട്ട മകനെ തന്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രായമാകുമ്പോൾ, അങ്ങനെയാണ് ഖുർആൻ വിവരിക്കുന്നത്, ഓടിച്ചാടി ഉപ്പയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ ഇബ്രാഹിം ഒന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഇബ്രാഹിം, നിന്റെ ജീവിതത്തിൽ നിന്നെക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ മാതാപിതാക്കളെക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നാടിനേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ കർമ്മബലത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് നീ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടി ബോധ്യപ്പെടണം. വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തിൽ പ്രാർത്ഥിച്ചു നേടിയ മോനെ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, ആ മോനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് തെളിയിക്കണം. നമുക്ക് ആ ചരിത്രം അറിയാം. അതിന്റെ അനുസ്മരണമാണ് ബലികർമ്മത്തിലൂടെ നാം നിർവഹിക്കുന്നത്. ബലികർമ്മം എന്നത് നാം അറുക്കുന്ന, ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ രക്തമല്ല, മാംസമല്ല. അല്ലാഹുവിന് അതിന്റെ മാംസം ആവശ്യമില്ല, രക്തം ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഇസ്മാഈലിനെ ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്തോ അതാണ് നമ്മുടെ ഇസ്മാഈൽ. നമ്മുടെ മക്കളാവാം, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സമ്പത്താവാം, സ്ഥാനമാനങ്ങളാകാം, ദേഹേച്ഛകളാകാം, എന്തുമാകട്ടെ, അതൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന പ്രഖ്യാപനമാണ് ബലി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമുക്ക് വരച്ചു കാണിക്കുന്നു. ഒരു മാതൃകാ ഇസ്ലാമിക വ്യക്തി, ഒരു മാതൃകാ ഇസ്ലാമിക കുടുംബത്തെ, ഒരു മാതൃകാ ഇസ്ലാമിക സൊസൈറ്റിയെ, ഒരു മാതൃകാ ഇസ്ലാമിക രാജ്യത്തെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കർമ്മപദങ്ങളിൽ അദ്ദേഹത്തിന്റെ
പ്രാർത്ഥനകളിൽ അവയൊക്കെയുണ്ട്. മകൻ എന്തിനാണ് ഞാൻ ഏറ്റെടുത്ത ദൗത്യദ്രോഹണത്തിന്? അല്ലാഹുവേ റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. അല്ലാഹുവേ ഞങ്ങളെ രണ്ടാളെയും, എന്നെയും എന്റെ പ്രിയപ്പെട്ട മോനെയും നീ നിനക്ക് സമ്പൂർണമായി സമർപ്പിച്ചവരിൽ പെടുത്തണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ഭാര്യ സന്തതികളെ മക്കളെ കൂട്ടിയിട്ട് പടച്ചവനെ ഞങ്ങളെ നീ സാലിഹീങ്ങളാക്കണം, ഞങ്ങളെ നീ മുത്തഖീങ്ങളാക്കണം, നിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തകരാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചവനെ ഇഖാമത്തുസ് സ്വലാത്ത്, നമസ്കാരം നിർവഹിക്കുന്നവരിൽ എന്നെ നീ പെടുത്തണം, എന്റെ മക്കളെ നീ പെടുത്തണം. എല്ലാ മക്കൾക്കും നൽകി. ഇപ്പോൾ അവരോടൊന്നും പറഞ്ഞുകൂടാ. പലതരം ഡിഗ്രിക്ക് പഠിക്കുന്നവരാണവർ, പല കോഴ്സുകളിൽ ചേർന്നവരാണവർ. സുബഹിക്ക് അവൻ എണീറ്റില്ലെങ്കിൽ അവന്റെ തിരക്ക് കൊണ്ടാണ്, അവന് വായിക്കാനുള്ളത് കൊണ്ടാണ്, ഉറക്കം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ന്യായങ്ങൾ മാതാപിതാക്കൾ കണ്ടെത്തുകയാണ്. വിളിച്ചുണർത്താറുണ്ടോ നിങ്ങൾ? എന്നോട് ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുരിയതി. അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്നവരിൽ എന്നെ പെടുത്തണം. അല്ലാഹുവേ എന്റെ കുടുംബം, ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. എന്റെ കുടുംബത്തെ ഞാനിതാ ആരാരുമില്ലാത്ത ഈ വാദിയിൽ, ഈ മലഞ്ചെരുവിൽ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നു. അല്ലാഹുവേ അവരെ ദീനീ നിഷ്ഠയുള്ളവരാക്കണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഞങ്ങൾ ഈ പ്രസംഗം കേട്ട് പോയാൽ പോരാ, നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യണം, നമ്മുടെ മുൻഗണനക്രമം തീരുമാനിക്കണം. കണ്ണു ചെമ്പുന്നതിന് മുമ്പ് അത്രയും സമയം നമുക്കില്ല മക്കളെ. നമ്മൾ ഓർക്കണം, നമ്മുടെ തലമുറ എങ്ങനെ വളരുന്നു, എന്റെ വീട് എങ്ങനെ വളരുന്നു, നമ്മുടെ പരിഗണനയിൽ ഉണ്ടാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ധീരന്മാരിൽ ധീരനായിരുന്നു, ആരെയും ഭയപ്പെട്ടില്ല. അല്ലാഹുവിനെ മാത്രം, അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ അവരെ എല്ലാവരും ഭയപ്പെടും. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ. വർത്തമാനകാലം പോലും നമുക്കത് പറഞ്ഞു തരികയാണ്. സൈനിസ്റ്റ് ശക്തികൾ, സാമ്രാജ്യ ശക്തികൾ, അവരെക്കാൾ എത്രയോ ദുർബലരായ ഒരു ജനതയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് ഇവിടെ കാണുന്നത്. എന്തുമാത്രം പൊങ്ങച്ചം പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞങ്ങളൊക്കെ തകർത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞവർ ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പേരിൽ അഭിമാനമുള്ളവരാവുക, ദീനിൽ ഇസ്സത്തുള്ളവരായി കഴിയുക, അതിനെ ഉയർത്തിപ്പിടിക്കുക, റബ്ബിനെ ഭയപ്പെടുക. ധീരതയോടൊപ്പം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തോട് അങ്ങേയറ്റം കാരുണ്യമായി. അല്ലാഹു പോലും ആ കരുണയിൽ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ധിക്കരിച്ചു നാട്ടിൽ ഓടിച്ചവർ, തനിക്ക് വേണ്ടി തീക്കുണ്ടാരം ഒരുക്കിയവർ, അവരുടെ കാര്യത്തിൽ അവസാനത്തെ അഭ്യർത്ഥന റബ്ബി ഇന്നഹുന്ന അദലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ നസ്റനി ഫഇന്നക ഗഫൂറുർ റഹീം. പടച്ചവനെ, ഈ വിഗ്രഹങ്ങൾ, ആളുകൾ, പിശാചുക്കൾ ഒരുപാട് ആളുകളെ പണികേടിലാക്കി. ഞാൻ കുറെ ശ്രമിച്ചു, ഞാൻ പണിയെടുത്തു. കുറച്ചാളുകൾ എന്റെ കൂടെയുണ്ട്, അവരെന്നിൽപ്പെട്ടവരാണ്. എന്നെ ധിക്കരിച്ചവരുണ്ടല്ലോ, നാട്ടിൽ ഓടിച്ചവർ, തീക്കുണ്ടാരം ഒരുക്കിയവർ, എന്നെ ദ്രോഹിച്ചവർ. അല്ലാഹുവേ ഫഇന്നക ഗഫൂറുർ റഹീം, നീ അങ്ങോട്ട് പുറത്തു കൊടുക്കൂ എന്ന് പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ ഖുർആൻ നിരച്ചു കാണിക്കുന്ന ഏകമാനവികതയുടെ സന്ദേശം അറഫയിൽ മുഴങ്ങിക്കേട്ടത് അതാണ്. നിങ്ങളുടെ ശ്രദ്ധാവുമാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങൾ ലോകത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാഴ്ചപ്പാടായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. നിർഭയമായ ഒരു ലക്ഷ്യം, സമാധാനമുള്ള ലക്ഷ്യം. എല്ലാവർക്കും സമാധാനം ലഭിക്കണം, വൈവിധ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. അംഗീകരിക്കുന്നതോടൊപ്പം എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കണം, സമാധാനം ഉണ്ടാകണം. ഇസ്ലാം അതിനു വേണ്ടിയാണ്. ധീരന്മാരാണെന്ന് പറയുമ്പോ അവരെടുത്തുചാട്ടക്കാരല്ല, അവർ മുൻകോപികളല്ല, അവർ യുദ്ധപ്രതിയന്മാരല്ല.
നിങ്ങൾ യുദ്ധത്തെ കൊതിക്കരുത്. ഷഹാദത്ത് മഹത്തായ കർമ്മമാണ്. അതേസമയം ലോകത്ത് യുദ്ധമുണ്ടായി ഏറ്റുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. പക്ഷേ അതിലേക്ക് സാഹചര്യം നിർബന്ധിച്ചാൽ അവരെങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ധീരരായിരിക്കണം. ധീരമായി തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കണം. അങ്ങനെയാണ് ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശം. ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ഏകോദര സഹോദരങ്ങൾ റബ്ബിനെ വാഴ്ത്തുകയാണ്. സമാധാനവും ശാന്തിയോടുമൊപ്പം ഇസ്ലാമിക സമൂഹത്തിന്റെ പുണ്യകർമ്മങ്ങൾ വിശദീകരിക്കുകയാണ്. അവരുടെ വ്യക്തിയെപ്പറ്റി പറയുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയാണ്. നിങ്ങൾ നിലകൊള്ളേണ്ടത് അതിനാണ്. അല്ലാഹുവേ, എല്ലാവരുടെയും ദാരിദ്ര്യത്തിന്റെ പരിഹാരമാണ്. അതിൽ ദാരിദ്ര്യത്തിന് മതമില്ല, പട്ടിണിക്ക് മതമില്ല, ജാതിയില്ല. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഇന്ന് നിങ്ങൾ നോക്കൂ, ലോകം യുദ്ധത്തിലാണ്. തമ്മാടികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശകോടിക്കണക്കിന് ഡോളറുകളാണ് ചുട്ടുചാമ്പലാക്കി മനുഷ്യരെ നശിപ്പിക്കാൻ, ഗവേഷണങ്ങളും പഠനങ്ങളും അതിനാണ് മനുഷ്യരെ കൊന്നൊടുക്കാൻ, നാഗരികതകളെ ചമ്പലാക്കാൻ, മനുഷ്യർക്ക് ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ നന്മകളെ ഇല്ലായ്മ ചെയ്യാൻ ദശകോടിക്കണക്കിന് ഡോളറുകൾ ചിലവിടുക. യഥാർത്ഥത്തിൽ ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്, അതിന്റെ നാലിലൊന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ദാരിദ്ര്യം പരിഹരിക്കാൻ. മനുഷ്യരെ വിഭാഗങ്ങളാക്കി വർഗീയമായി വേർതിരിച്ച് മനുഷ്യരെ പ്രേരിപ്പിച്ച് ജന്മത്തിൽ മഹത്വം കൽപ്പിച്ച് മനുഷ്യരെ വിവേചനത്തിലൂടെ നയിക്കുന്ന ഒരു നാഗരികത അഭിശപ്തം. അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ചു കൊടുക്കും. ഏറ്റവും ഒടുവിൽ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് മേലെ മുഖം തിരിച്ചു നിന്നവർ അതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലേക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ അന്വേഷിച്ചതിനെ പറ്റി പരമോന്നത നീതിപീഠത്തിന്റെ സുപ്രീം ജഡ്ജി പറയുകയാണ്, ഇവിടുത്തെ യുവാക്കൾ അവർക്ക് പണിയില്ല, അവർ പോലെയാണ്, കൂടുതൽ പോലെയാണ്. അതിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾ വർഗീയത നിന്ന് വിഭാഗീയത വിതച്ച് വംശീയത കുടിപ്പിച്ച് അത് തന്നെ ഭീതിപ്പിച്ച് മനുഷ്യരെ പരസ്പരം അടിപ്പിച്ച് പോരായ ചിന്തിക്കുന്ന ഒരു തലമുറ വരിക തന്നെ. ഒരു തിരുത്തൽ ശക്തി അവരാവശ്യപ്പെടണം. നാട്ടിൽ സമാധാനം ഉണ്ടാകണം. നാട്ടിലെ ജീവിത വിഭവങ്ങൾ നീതിപൂർവ്വം വിഭജിക്കപ്പെടണം. പരിഹാരം കാണണം. ബലിപെരുന്നാളിന്റെ ഈദുൽ അദ്ഹയുടെ സന്ദേശം നമ്മൾ സന്തോഷിക്കുന്ന ദിനമാണ്. സന്തോഷം പങ്കുവെക്കുന്ന ദിനമാണ്. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ദിനമാണ്. വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന ദിനമാണ്. മനുഷ്യരെ അടുപ്പിക്കുകയും ബന്ധങ്ങൾ മുറിഞ്ഞുപോയി ചേർക്കുകയും ചെയ്യുന്ന ദിനം. എല്ലാം അല്ലാഹുവിന്റെ വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിട്ടുവീഴ്ചയുടെ ക്ഷമയുടെ മഹാസാഗരമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം സദൂം പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്ത് ദഅവത്ത് നടത്തി. ആ ജനത നന്നായി. താമൂലികൾ, ലൈംഗിക ദുരാചാരങ്ങൾ, പുരുഷൻ വിവാഹം കഴിക്കുന്ന നീചമായ പ്രവർത്തനങ്ങൾ അവർ വിരമിക്കുന്നില്ല. അവസാനം പടച്ചതമ്പുരാനെ ശിക്ഷയായി പോകുന്നവരെ അവരെ ഇന്നത്തെ ചാമടയിൽ നിൽക്കുന്ന പ്രദേശം ഭൂമിയെ കരകിലായി മരിക്കാൻ പോകുന്ന വിലയിരുത്തലുകൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് കൂടി കടന്നു പോകുന്ന രംഗം പറയും. അവരെ വരുന്നത് കണ്ടപ്പോൾ ആളുകളുടെ മനുഷ്യരുടെ കുട്ടിപ്പാലത്തിൽ വന്നപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സൽക്കരിക്കാൻ വേണ്ടി അവർ ഭക്ഷണം കഴിക്കുന്നില്ല. മലായികത്തുകൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോ പരിഭ്രമമായി ഇതെന്താണ്? അപ്പോ മലായികത്തുകൾ ആദ്യം ചെയ്യുന്നത് വലിയ സന്തോഷവാർത്ത കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മകൻ രണ്ടാമത്തെ മകൻ ഇസ്ഹാഖ് ജനിക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഖുർആൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട്. ഇടവിയാണ് വാർത്തകത്തിലെത്തി ഞങ്ങൾക്ക് മക്കളാണ്. വലിയ സന്തോഷമായി അവർ എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോകുന്നത് ലൂത്തിന്റെ ജനതയിലേക്ക്. അവരെ ശിക്ഷിക്കാൻ, അവരെ നശിപ്പിക്കാൻ അല്ലാഹു ഓർഡർ ചെയ്യുന്നു. കാരുണ്യം കടലാണ് പടച്ചതമ്പുരാൻ. ആ പടച്ചതമ്പുരാനെ ശിക്ഷിക്കാൻ ഓർഡറിട്ട ആ ജനതയ്ക്ക് വേണ്ടി ഇബ്രാഹിം വാദിക്കുകയാണ് എന്ന അല്ലാഹു പറയുന്നു. ഫലമ്മാ ജാഅത്തുൽ ബുശ്റാ ഫലമ്മാ ദഹബത് റൂഹ് വജാഅത്തുൽ ബുശ്റാ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത് ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാബുൻ മുനീബ്. അദ്ദേഹത്തിന് മലക്കുകളെ മനസ്സിലാവുകയും പരിഭ്രാന്തി മുട്ടകയും സന്തോഷവാർത്ത വന്നിടുകയും
ഈ വിവരം പറഞ്ഞപ്പോ ലൂത്തിന്റെ ജനതയുടെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുകയാണ്. പടച്ചവനെ കൊല്ലല്ലേ, നശിപ്പിക്കല്ലേ, ഞങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ. നമ്മളാണെങ്കിൽ എന്താ വിചാരിക്കുക? ഇത് കണ്ടാക്കുന്നു രാജാവിനേക്കാൾ വലിയ രാജ്യം അല്ലാഹുവിനെക്കാൾ അപ്പുറത്തൊരു കാര്യം. ആ തർക്കം കുറച്ച് കൂടുതലായി എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അല്ലാഹു അവിടെ തിരുത്തുകയാണ്. അങ്ങനെ ചിന്തിക്കണ്ട. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. എത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹീം ഏറെ പക്വമതിയാണ്, തന്റേടിയാണ്. ഇബ്രാഹീം അങ്ങേയറ്റത്തെ ദയാലുവാണ്. ഇബ്രാഹീം തരളിതമായ മനസ്സിന്റെ ഉടമയാണ്. ഇബ്രാഹീം അല്ലാഹുവിലേക്ക് ഏറെ പക്ഷാതാപിച്ച് മടങ്ങുന്നവരാണ്. അഹന്ത കൊണ്ടോ ഈഗോ കൊണ്ടോ അഭിമാനം കൊണ്ടോ പറഞ്ഞതല്ലേ ഇബ്രാഹീം. നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ വഴി ഇതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ഭാഗ്യമുള്ളവര്. ശാന്തവരെ മഹലിലെ നിവാസികളാണ് നമ്മൾ. അത് തന്നെയും അല്ലാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ മുൻഗാമികളുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് നേടിയത്. ഒരർത്ഥത്തിൽ ഈ അജണ്ടകളിലൂടെ ക്ഷേമമുള്ള ഒരു നാടുണ്ടാകണം, സമാധാനമുള്ള ഒരു നാടുണ്ടാകണം, വിജ്ഞാനമുള്ള ഒരു നാടുണ്ടാകണം. നമ്മൾ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അറിവ് നേടി നമ്മുടെ നാടുകളിലേക്ക് മക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അത് നന്നായി ഉപയോഗപ്പെടുത്തണം. LKG മുതൽ PG വരെ നമുക്ക് സംവിധാനങ്ങൾ, നോളേജ് സിറ്റി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിശ്രമങ്ങളും നമ്മുടെ പിന്തുണയും അതിനോടൊപ്പം ഉണ്ടാകണം. നമ്മളിപ്പോ മഹല്ലിൽ പുതിയ നേതൃത്വവും സംവിധാനവും വന്ന സമയമാണ്. എല്ലാ തരത്തിലും നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇരിക്കുന്നുണ്ട്. മഹല്ല് കൗൺസിലർമാർ, പള്ളി പരിപാലനത്തിന്റെ, മസാജിദുകളുടെ അതുമായി ചുറ്റുപറ്റിയുള്ള നേതൃത്വമാണ് നോക്കണം. കൂടുതൽ മുത്തഖീങ്ങളായി തീരാൻ, നമസ്കാരം അനുഷ്ഠിക്കുന്നവരായി തീരാൻ, സക്കാത്തിന്റെ കാര്യങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകുന്നതിൽ നിങ്ങൾ നേതാക്കന്മാർ മുൻപന്തിയിലുണ്ടാകണം. അവരെ മഹല്ലിലെ നിവാസികൾക്ക് മാതൃകയായിരിക്കണം. നമ്മൾ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് സംഘടിത സക്കാത്തിന്റെ മഹിതമാണ്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി അതിൽ നമുക്ക് ഫതുണ്ടായി വളർന്നാൽ കുറെ പുണ്യത്തിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധ്യമായി തീരും. നമ്മുടെ മഹല്ലിലെ അയൽക്കൂട്ടായ്മയ്ക്കല്ലോ സഹായിക്കാത്തവരും നിങ്ങൾക്കറിയാം, 1,60,50,000 രൂപയോളം അതിൽ നിന്ന് പലിശയില്ലാതെ ഒരുപക്ഷെ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ്, എല്ലാവരുടെയും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. വളരെ വ്യവസ്ഥാപിതമായി, വളരെ സുതാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ അതിനെ ഫലപ്രദമായി ഉപയോഗിക്കണം. കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ ഇങ്ങനെ 1,60,50,000 രൂപയൊക്കെ പലിശരഹിതമായി വായ്പ കൊടുക്കുമ്പോ അതൊരു ഉപഭോഗ സംസ്കാരം, അനാവശ്യമായ ചിലവുകൾക്ക് കാരണമായി തീരും എന്നൊരു അഭിപ്രായം വളരെ ഗൗരവപൂർവ്വം ഉയർത്തപ്പെടുകയുണ്ടായി. ശ്രദ്ധിക്കണം നമ്മളത്. അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ടോ ദുർവ്യയമരുത്, അനാവശ്യങ്ങളരുത്. ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ടോ, അനാവശ്യങ്ങളുണ്ട്. ആ അത്യാവശ്യങ്ങൾ അവിടെയാണ് നമ്മൾ ആദ്യത്തെ മുതൽ വേണ്ടത്. അനാവശ്യങ്ങൾ പാടില്ലാത്തതാണ്. ആവശ്യങ്ങൾക്കും നാം കടം വാങ്ങാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. പെൻഡിങ്ങിൽ വെച്ചും കുറച്ച് നീട്ടിയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മഹല്ലിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്ലസ്റ്റർ സംവിധാനം. ആ സംവിധാനം നമ്മൾ നിലവിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളൂ. വലിയ ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്. മഹല്ലിന്റെ പങ്കുവഹിക്കണം. മഹല്ലി ആഭ്യന്തര കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കണം. മഹല്ലിന്റെ സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും അർഹരായ ആളുകൾക്ക് എത്തിച്ചേർക്കുന്നതിൽ പങ്കുവഹിക്കണം. മഹല്ലും ഈ നാട്ടിലെ ഏതാണ്ട് 5000-ലേറെ വരുന്ന മഹല്ല് നിവാസികളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കാൻ അതിന് നേതൃത്വം നൽകാൻ പറ്റണം. 200-ലേറെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുണ്ടോ, അവരൊക്കെയും ആ കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധയുണ്ടാകണം. പടച്ചുതമ്പുരാൻ അവന്റെ ദീനിന്റെ മാർഗത്തിൽ
സമ്പൂർണ്ണ സമർപ്പിതരായി തീരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.